കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തു പോയാണ് കഴിച്ചത്. ഇവിടെ ഒരു അറബിക് റെസ്റ്റോറൻ്റ് ഉണ്ട്. ഒരുപാട് ഫോട്ടോസ് വെച്ചാൽ വീഡിയോസ് റീൽസ് കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടോട്ടെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അച്ഛൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി പോയിട്ടുണ്ട്. അപ്പോൾ പുള്ളി പോകാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് അവിടെ അങ്ങോട്ട്. ഇതൊരു ഇറാനിയൻ റെസ്റ്റോറൻ്റ് ആണ്. ഇതിന് ഉൾവശം മുഴുവൻ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഫോട്ടോ വെച്ചാണ്. ഒരുപാട് പഴയ നോട്ടുകളും ഫോട്ടോസും കോയിൻസും ഒക്കെ ഉണ്ട്. ഈ ഭിത്തി ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തേക്കുവാണ് കേട്ടോ ഈ ഒരു ഫോട്ടോ വെച്ചെന്ന് വെച്ചാൽ അവിടെ വന്നിട്ടുള്ള സെലിബ്രിറ്റീസിൻ്റെ കൂടെ ഒക്കെ നിന്ന് എടുത്തിരിക്കുന്ന ഫോട്ടോസാട്ടോ. അങ്ങനെ പിന്നെ കബാബ് ഓർഡർ ചെയ്തു കേട്ടോ, അതിൻ്റെ കൂടെയുള്ള റൊട്ടി. അപ്പോൾ ആദ്യം തന്നെ കുറേ സാലഡ്സ് ഒക്കെ വന്നു. ഈ ഒരു സാധനം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്കിന്ന് തൈരിൻ്റെ അകത്ത് മിൻറ്റ് ലീവ്സും എന്തൊക്കെയോ ഇട്ടിട്ടുള്ളൊരു സ്റ്റാർട്ടർ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു അത്. ഇതാ കബാബ്, 3 പേർക്കുള്ള കബാബ്. അതിൻ്റെ കൂടെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ഉണ്ട്. ഇത് പലതും പല ഫ്ലേവർ ആട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഹമ്മൂസ് ഉണ്ടായിരുന്നു, ഗാർലിക് പേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ റൊട്ടിയും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക തരം തിൻ റൊട്ടിയായിരുന്നു കേട്ടോ. നമ്മുടെ പാകിസ്ഥാൻ റൊട്ടിയുടെ അത്രയും വലിപ്പം ഉണ്ടായാലും പക്ഷേ അത്രയും കട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കബാബിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ റെഡ് കളറാട്ടോ. ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പേര് അറിയത്തില്ല. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട അതാ. ബാക്കിയൊക്കെ ചിലത് ഇഷ്ടപ്പെട്ടു, ചിലത് ഇഷ്ടപ്പെട്ടില്ല. എന്തിൻ്റെയൊക്കെ മീറ്റാന്ന് അറിയത്തില്ല. എനിക്കൊന്ന് ബീഫോ മട്ടണോ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നും. ചിലതിനൊക്കെ ഒരു വേറെ ടേസ്റ്റ് ആയിരുന്നു. ഇത് വരുന്നത് കരാമയുടെ സൈഡിലാട്ടോ. പക്ഷേ കരാമയ്ക്ക് അകത്തോട്ട് കയറണ്ട. അതുകൊണ്ട് പിന്നെ വലിയ ട്രാഫിക് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് വരാനും ഒത്തു. കരാമയ്ക്കകത്താണ് നല്ല ട്രാഫിക് അല്ലേ. ഇപ്പം പിന്നെ നൊയമ്പിൻ്റെ സമയമല്ല, അതുകൊണ്ട് നല്ല തിരക്കുമായിരിക്കും.